തെക്കും തെക്ക് പടിഞ്ഞാറും നഷ്ടപ്പെട്ടു പോയ വീടാണ്. കന്നിമൂല അങ്ങ് പോയി. എന്തു സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളാവും, കലഹങ്ങളാവും, ഡൈവേഴ്സ് ആവും. തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പോർച്ച് പണിഞ്ഞു. ഈ വീടിന്റെ കിഴക്കും പോയി വടക്ക് കിഴക്കും പോയി. വീട് സ്ക്വയറോ റെക്ടാങ്കിളോ വരണ്ടേ? വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. മൂത്ത മകൻ പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസത്തെ തടസ്സമുണ്ടായി. ഒരുപാട് പേര് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില വാസ്തുദോഷങ്ങൾ. പലരും ഇപ്പോഴും ഈ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒരു വീട് വയ്ക്കുന്നു, വാസ്തുപ്രകാരമാണ് വീട് വയ്ക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം വീട്. ഈ പ്ലാനും വീടുമായിട്ട് ശരിയാവണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഓരോ ദിക്കുകളും പരിശോധിച്ചപ്പോൾ ഇത് ഇതിന്റെ തെക്ക് വശം, ഇത് ഇതിന്റെ വടക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്, ഇത് തെക്ക് കിഴക്ക്, ഇത് വടക്ക് കിഴക്ക്, ഇത് വടക്ക് പടിഞ്ഞാറ്, ഇത് തെക്ക് പടിഞ്ഞാറ്. ഇതില് തെക്ക് കിഴക്കിൽ ഇവർക്കൊരു കിച്ചൺ ഉണ്ട്. വളരെ നല്ല കാര്യം. എന്തായാലും അറിയാവുന്ന ഒരാളാണ് പ്ലാൻ വരച്ചു കൊടുത്തത്. അഗ്നികോണിലെ കിച്ചൺ വന്നു. ഇതിന്റെ തെക്ക് വശത്തോട്ട് ഇറങ്ങത്തക്ക രീതിയിൽ ഒരു ഡോറും കൊടുത്തു. അതും നല്ല കാര്യം. അപ്പൊ ഇത് ഇത്രയും നോക്കി. എല്ലാ റൂമുകളൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, ഇവർക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ മാത്രം ഞാൻ പറയാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡോറൊന്ന് തുറന്നപ്പോഴത്തേക്ക് ഇത്രയ്ക്കും വേണ്ടി ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വർക്ക് ഏരിയ പ്ലാനിൽ ഇല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഇത് പ്ലാൻ വരച്ചപ്പോൾ ഇല്ലായിരുന്നു, പക്ഷെ കിച്ചണിൽ സ്ഥലം കുറവാണ് സാറേ. അപ്പോൾ അവരുടെ സൗകര്യപ്രദമായ രീതിയിൽ അവർ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരെണ്ണം ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് വാസ്തു ചോദിച്ചായിരുന്നു? വാസ്തു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ചെയ്തോ, പക്ഷേ ഇതിന്റെ ഫൗണ്ടേഷനിൽ നിന്നും താഴ്ത്തി ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഒരടി താഴ്ത്തി ഇതങ്ങ് നിർമ്മിച്ചു. പക്ഷെ ഇതൊരു വലിയ വാസ്തു മിസ്റ്റേക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിയമം എന്താണ്? സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിവിടെ വെച്ചപ്പോൾ ഇതിന്റെ ഇത്രയും ഭാഗം ഇവർ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് നഷ്ടമായി. ഈ നഷ്ടമായ സ്ഥലത്ത് രണ്ട് ദിക്കുകൾ പെട്ടു. ഏതൊക്കെയാണ്? ഒന്ന് സൗത്തും ഒന്ന് സൗത്ത് വെസ്റ്റും. അപ്പൊ ഈ വീടിന്റെ വാസ്തു നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തെക്കും തെക്ക് പടിഞ്ഞാറും നഷ്ടപ്പെട്ടു പോയ വീടാണ്. അതിൽ എന്ത് സംഭവിച്ചു? കന്നിമൂല അങ്ങ് പോയി. ഇപ്പൊ ഇവർ അറിഞ്ഞോ അറിയാതെയോ വരുത്തി വെച്ച ഒരു തെറ്റാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്തു സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളാവും, കലഹങ്ങളാവും, ഡൈവേഴ്സ് ആവും. അതുപോലെ തന്നെ വീട്ടിലെ പേരും പ്രസിദ്ധി എല്ലാം പോവും. 100% വീട്ടിൽ ഇത് വരണമെന്നില്ല, പക്ഷെ 99% വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. ഇനി മറ്റൊരു തെറ്റ് പറയാം. ഇവര് ഈ തെറ്റ് ആവർത്തിച്ചില്ല എന്നിരിക്കുക. പല വീടുകളിലും കണ്ടുവരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്തില്ല, ഇതെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പം ഇവര് ഒരു കാറ് വാങ്ങിയപ്പം വണ്ടി ഇടാനായിട്ട് സ്ഥലമില്ല. ചിലരെന്ത് ചെയ്യും? യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് പണിയാമെന്ന് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പോർച്ച് പണിഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ വീടിന്റെ കിഴക്കും പോയി വടക്ക് കിഴക്കും പോയി. വീട് സ്ക്വയറോ റെക്ടാങ്കിളോ വരണ്ടേ? കിഴക്കും പോയി വടക്ക് കിഴക്കും പോയി. ഈ വീടിന്റെ അഭിവൃദ്ധി പോയി. വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. മൂത്ത മകൻ പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസത്തെ തടസ്സമുണ്ടായി. ഇത്രയും കാര്യങ്ങൾ ഒരു ചെറിയ കാർ പോർച്ച് പണിഞ്ഞപ്പോൾ സംഭവിച്ചു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളുമായി തട്ടിച്ചു നോക്കാം. ഇത്തരം സംഭവിച്ചിട്ടുള്ളവർക്ക് അവരുടെ വീടുമായിട്ട് തട്ടിച്ചു നോക്കാവുന്നതാണ്. ഇനി ഇതും പോട്ടെ, ഈ പ്രശ്നവും ഇവിടെ ഇല്ല. ഇവരെന്ത് ചെയ്തു? ഇതേ ആവശ്യം തന്നെയായിരുന്നു കാർ പോർച്ച്. അപ്പോൾ അവര് കാർ പോർച്ച് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. മുറ്റം കുറവായതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് കാർ പോർച്ച് വെച്ചു. ഇത് പോർച്ചാക്കി. ഇവിടെ എന്ത് സംഭവിച്ചു? നോർത്തും പോയി നോർത്ത് വെസ്റ്റും പോയി. തൊഴിലും പോയി, ഗൃഹനാഥൻ ക്ഷയിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീടുമായി ഒട്ടി ചേർത്ത് ചെയ്യുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളെയും നഷ്ടപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും വീടുമായിട്ട് ചേർത്ത് ചെയ്യാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഫെങ്ഷു പ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ചൈനീസ് വിശ്വാസം. അതിനു വേണ്ടിയിട്ട്
നമ്മുടെ ഹാളിൽ ഈസ്റ്റിൽ നമുക്കൊരു ഗ്രീൻ ഡ്രാഗണെ വെക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റിൽ വന്നിട്ട് നമുക്കൊരു വൈറ്റ് ടൈഗർ കൊടുക്കാം. നോർത്തിലാണെങ്കിലോ നമുക്കൊരു ആമയെ ഒട്ടിക്കാം. സൗത്തിലാണെങ്കിലോ നമുക്കൊരു ഫീനിക്സ് പക്ഷിയെ ഒട്ടിക്കാം. അങ്ങനെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുമെന്നാണ്. 2026 സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റിൽ ഡണ്ടെന്ന് പറയുന്ന ഒരു ഇൽനസ് സ്റ്റാർ, ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രം വന്നിട്ടുണ്ട്. ആ ദോഷത്തിന് പരിഹാരമായിട്ട് 6 മെറ്റൽ കോയിൻസ് നോർത്ത് വെസ്റ്റ് റൂമിൽ ഹാങ് ചെയ്യാം. അത് ലിവിംഗ് റൂം ആയാലും ബെഡ്റൂം ആയാലും ഒക്കെ അതിനകത്ത് ചെയ്യാം. ഇനി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വാൻ കിങ്ങിനെ വാങ്ങിച്ച് പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കാം. കയ്യിൽ വാളും കൂടെ ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉള്ളൊരു വർഷമായി 2026 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.